ഹായ് മക്കളെ. സോ നമ്മൾ ഫിസിക്സിലെ ഫസ്റ്റ് 2 ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഇവിടെ നമ്മൾ സാർമാർ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഫിസിക്സിലെ 3rd ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിലേക്ക് പോവാണ്. സോ അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, കുറച്ച് കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, കുറച്ച് ഡെറിവേഷൻസ് ഉണ്ട്. സോ ഇത് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മളിത് മുന്നത്തെ പേപ്പറൊക്കെ നോക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കും എന്ന് ഉറപ്പ് പറയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ടോപ്പിക്കാണ് കിർച്ചോഫ്സ് റൂൾസ്. സോ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത് കിർച്ചോഫ്സ് റൂൾസ് തന്നെയാണ്. കിർച്ചോഫിന്റെ 2 റൂൾസ്, ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും. രണ്ടാമത്തെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ഇതും ഓൾമോസ്റ്റ് ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഡെറിവേഷൻ ആണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് തന്നെയാണ്. പക്ഷേ കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പഠിക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ പഠിച്ചു പോകുന്ന ഓർഡറിലാണെങ്കിൽ കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ പഠിച്ചതിന് ശേഷം വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പഠിക്കുക. കാരണം അതിന്റെ അപ്ലിക്കേഷൻ ആണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. പിന്നെ ഫാക്ടേഴ്സ് ഓൺ വിച്ച് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ്. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് R = ρL/A എന്ന് പറയുന്ന ഇക്വേഷൻ. ആ ഫാക്ടേഴ്സ് അതിന്റെ അപ്ലിക്കേഷൻ വരുന്ന ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അടുത്ത് ഓംസ് ലോ ആൻഡ് ലിമിറ്റേഷൻ എല്ലാവർക്കും അറിയാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? ഡ്രിഫ്റ്റ് വെലോസിറ്റിനെയും കറന്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. I = ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, VD-നെയും I-നെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. ആ ഡ്രിഫ്റ്റ് വെലോസിറ്റി പഠിക്കണം. ഇന്റേണൽ റെസിസ്റ്റൻസ്. എന്താണ് ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ്? ആ ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇലക്ട്രോലൈറ്റ്, അതിന്റെ ഏരിയ, അതിന്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ്, ഇതെല്ലാം. അടുത്താണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി. ഒരു കണ്ടക്ടറിന്റെ ടെമ്പറേച്ചർ മാറുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് മാറും. നമുക്കറിയാം അതിന്റെ റെസിസ്റ്റൻസ് മാറും, അതിന്റെ റെസിസ്റ്റിവിറ്റി മാറും. അവിടെ ഒരു കോൺസ്റ്റന്റ് വരും. ആ കോൺസ്റ്റന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. ആ ഒരു കോൺസ്റ്റന്റിനെ പറ്റി നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ലാസ്റ്റ് ആണ് റിലേഷൻ ബിറ്റ്വീൻ EMF ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ്. EMF എന്താണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണ്, അവ തമ്മിലുള്ള റിലേഷൻ. ഓക്കെ ആണോ? സോ ഇതൊക്കെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വന്നിരിക്കുന്ന ടോപ്പിക്കുകൾ. നമുക്ക് ഇതിലെ ഓരോ ടോപ്പിക്കുകളിലേക്കും കിടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ആണ് കിർച്ചോഫ്സ് റൂൾസ്. നമുക്ക് ഓരോ പ്രോബ്ലം വെച്ചിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ആ കൺസെപ്റ്റ് എന്ന് വളരെ ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ മറക്കരുത്, ഇത് നമ്മൾ കംപ്ലീറ്റ് ഡെപ്തിൽ പോയിട്ട് കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. ജസ്റ്റ് ബ്രീഫ് ആയിട്ട് പറഞ്ഞു തരും, സോ ദാറ്റ് നിങ്ങൾക്ക് ഒന്ന് റിവൈസ് ആവാൻ വേണ്ടി. പിന്നെ നമ്മൾ അതിൽ നിന്ന് ബേസ് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ പോവാം. സോ എന്താണ് കിർച്ചോഫ്സ് ഫസ്റ്റ് റൂള്? ജംഗ്ഷൻ റൂള്. ജംഗ്ഷൻ റൂൾ പറയുന്നത് സിമ്പിൾ ആണ്. ഒരു ജംഗ്ഷനിലേക്ക്, കറന്റിന്റെ ജംഗ്ഷനിലേക്ക് വരുന്ന കറന്റുകളും അവിടെ നിന്ന് പോകുന്ന കറന്റുകളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറന്റുകളും പോകുന്ന കറന്റുകളും ഈക്വൽ ആയിരിക്കും. കറണ്ട് എൻറ്ററിംഗ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ. ഇത്രയുള്ള ജംഗ്ഷൻ റൂൾ പറയുന്നത് സിമ്പിൾ റൂൾ ആണ്. സോ അതിന്റെ ബേസിൽ വരുന്ന ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും, വാട്ട് ഈസ് ദ ജംഗ്ഷൻ റൂൾ? സോ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാം. കറണ്ട് എൻറ്ററിംഗ് എ ജംഗ്ഷൻ, ഈ ഫിഗറിലാണെങ്കിൽ I1ഉം I2 ആണ് ജംഗ്ഷനിലേക്ക് എൻറ്റർ ചെയ്യുന്ന കറണ്ട്. സോ I1 + I2 is equal to ലീവ് ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ട് ഏതൊക്കെയാണ്? I3, I4, I5. സോ I3 + I4 + I5. ഇതാണ് ബേസിക്കലി കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ പറയുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് പഠിക്കാം. പിന്നെ പഠിക്കേണ്ട അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഈ ജംഗ്ഷൻ റൂളിൽ നിന്ന് വരാം. നിങ്ങൾ ഈ ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ ഈ കറണ്ട് കണ്ടിട്ട് 3 ആംപിയർ 2 ആംപിയർ കറണ്ട് വരാണ്. അത് കൂടിച്ചേരുന്നു. പിന്നെ ഒരു ബ്രാഞ്ചിൽ 4 ആംപിയറും മറ്റേ ബ്രാഞ്ചിൽ എത്ര കറണ്ട് ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ ഫിഗർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ജംഗ്ഷൻസ് കാണാം. ഒരു ജംഗ്ഷൻ ഇത് 3 ആംപിയർ കറണ്ട് വരുന്നു, 2 ആംപിയർ കറണ്ട് വരുന്നു. രണ്ടാമത്തെ ജംഗ്ഷൻ ഇത്, ഇവിടുന്ന് 4 ആംപിയർ കറണ്ട് പോകുന്നു, ഇവിടുന്ന് നമുക്ക് കാണണം. സോ നമുക്ക് എങ്ങനെയാണ് ഈ കറണ്ട് കാണാൻ പറ്റാം? നമുക്ക് I' എന്ന് വിളിക്കാം. എങ്ങനെ കാണാൻ പറ്റും? സോ 2 ജംഗ്ഷൻ ഉണ്ട്. ഇവിടെ ഉള്ള കറണ്ടിനെ I എന്ന് വിളിക്കാം. സോ I കറണ്ട്, I' കറണ്ട്. I' ആണ് കാണേണ്ടത്. സോ നമുക്ക് ആദ്യം I എന്നുള്ള കറണ്ട് ആദ്യം കണ്ടുപിടിക്കാം. ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾ നോക്കാം. 3 ആംപിയർ കറണ്ട് വരുന്നു, 2 ആംപിയർ കറണ്ട് വരുന്നു. സോ ഈ ജംഗ്ഷനിലേക്ക് എൻറ്റർ ചെയ്യുന്ന കറണ്ട് എത്രയാണ്? 3 + 2. സോ ഈ ജംഗ്ഷനിലേക്ക് എൻറ്റർ ചെയ്യുന്ന കറണ്ട് 3 + 2 എന്ന് പറഞ്ഞാൽ 5 ആംപിയർ ആണ്. സോ ഈ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടും എത്ര തന്നെയായിരിക്കും?
5 ആംപിയർ തന്നെയായിരിക്കും. ഇതാണല്ലോ നമ്മുടെ കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ പറയുന്നത്. സോ 5 ആംപിയർ കറണ്ട് ആണ് ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സോ ഈ ഐ കറണ്ട് അതിന് ലീവ് ചെയ്യുന്ന കറണ്ട് ജംഗ്ഷനിൽ ലീവ് ചെയ്യുന്ന കറണ്ടും 5 ആംപിയർ തന്നെയായിരിക്കും. സോ ഐ ഈസ് ഈക്വൽ ടു 5 ആംപിയർ. സിമ്പിൾ. സോ ഈ 5 ആംപിയർ കറണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ രണ്ട് ബ്രാഞ്ച് ആയിട്ട് പോവാണ്. രണ്ട് ബ്രാഞ്ച് ആയിട്ട് പോകുന്നു. അതിൽ ഒരു ബ്രാഞ്ചിൽ കൂടെ പോകുന്നത് 4 ആംപിയർ കറണ്ട് ആണ്. സോ മറ്റേ ബ്രാഞ്ചിലൂടെ പോകുന്ന എത്ര ആംപിയർ കറണ്ട് ആയിരിക്കും നിങ്ങൾ നോക്കുക. ഇവിടെയും കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് മക്കൾ കിട്ടുക? 5 ആംപിയർ കറണ്ട് വരുന്നു, 4 ആംപിയർ കറണ്ട് ഇങ്ങോട്ട് പോകുന്നു. എത്ര ആംപിയർ കറണ്ട് ഇങ്ങോട്ട് പോവാ? ബാക്കി 1 ആംപിയർ കറണ്ട് അല്ലേ പോവാ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. സോ ഐ ഡാഷ് ഈസ് ഈക്വൽ ടു 5 മൈനസ് 4. 5 ആംപിയർ വരുന്നു, 4 ആംപിയർ ഇതിലൂടെ പോകുന്നു. സോ ബാക്കിയുള്ളത് 1 ആംപിയർ ആണ്. സോ ഐ ഡാഷ് അതായത് ഈ ബ്രാഞ്ചിലൂടെ പോകുന്ന കറണ്ട് 1 ആംപിയർ ആണ്. സിമ്പിൾ. സോ ജംഗ്ഷൻ റൂളിന്റെ അപ്ലിക്കേഷൻ എപ്പോഴും വളരെ സിമ്പിൾ ആയിരിക്കും. നമുക്ക് കോമൺ സെൻസ് ആണ്. ഇത് ജംഗ്ഷൻ റൂൾ ഒന്ന് അറിഞ്ഞു തുടങ്ങി പോലും നിങ്ങൾക്ക് പലർക്കും ഇത് എഴുതാൻ പറ്റും. ഇത് 3 ആംപിയർ വരുന്നു, 2 ആംപിയർ വരുന്നു, 5 ആംപിയർ ആവുന്നു, ബാക്കി 4 ആംപിയർ ഇങ്ങോട്ട് പോകുന്നു, ബാക്കി 1 ആംപിയർ ഇതിലൂടെ പോകുന്നു. ഇത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് കിർച്ചോഫിന്റെ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ, അതിന്റെ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ. ഇത്രയാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. നൗ രണ്ടാമത്തെയാണ് കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ. സോ കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ പറയുന്നത് എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എനി ക്ലോസ്ഡ് പാർട്ട് ഓഫ് എ സർക്യൂട്ട്, ഏതൊരു ഒരു സർക്യൂട്ടിന്റെ ഒരു ക്ലോസ്ഡ് പാർട്ട് എടുത്തു കഴിഞ്ഞാൽ the algebraic sum of EMFs and potential difference across the elements of circuit is 0. സോ നമ്മൾ സർക്യൂട്ടിലെ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് പാർട്ട് എടുക്കുകയാണ്. സോ നിങ്ങൾ ഈ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര ക്ലോസ്ഡ് പാർട്ട് ഉണ്ട്? ഇവിടെ 3 ക്ലോസ്ഡ് പാർട്ട് ഉണ്ട്. എ ബി ഇ എഫ് എ. ഇതൊരു ക്ലോസ്ഡ് പാർട്ടാണ്. മെഷ് എന്നും വിളിക്കും. ആ പേര് ആലോചിച്ചുള്ളൂ. ക്ലോസ്ഡ് പാർട്ട് എന്നോ ക്ലോസ്ഡ് ലൂപ്പ് എന്നോ മെഷ് എന്നോ വിളിക്കും. എല്ലാത്തിന്റെയും മീനിങ് ഒന്നാണ് ഈ ക്ലോസ്ഡ് ലൂപ്പ്, ക്ലോസ്ഡ് പാർട്ട്. സോ ഇതൊരു ക്ലോസ്ഡ് പാർട്ടാണ്. എ ബി ഇ എഫ് എ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് പാർട്ടാണ്. ഈ രണ്ടാമത്തെ ഈ ബി സി ഡി ഇ ബി ഇത് മറ്റൊരു ക്ലോസ്ഡ് പാർട്ടാണ് അല്ലെ. ഇതും ക്ലോസ് ആയിരിക്കുന്ന ഇതൊരു ക്ലോസ്ഡ് പാർട്ടാണ്. പിന്നെ വലിയൊരു ക്ലോസ്ഡ് പാർട്ട് എന്താ പറയാ, എ സി ഡി എഫ് എ, ഇതും ഒരു ക്ലോസ്ഡ് പാർട്ടാണ്. സോ ഇവിടെ 3 ക്ലോസ്ഡ് പാർട്ട് ഉണ്ട്. എന്താണ് കിർച്ചോഫ് ലൂപ്പ് റൂൾ പറയുന്നത്? കിർച്ചോഫ് ലൂപ്പ് റൂൾ പറയുന്നത് ഇത്രേ ഉള്ളൂ. അല്ല ഏതൊരു ക്ലോസ്ഡ് പാർട്ട് എടുത്താലും 3 ക്ലോസ്ഡ് പാർട്ടിൽ ഏതെടുത്താലും അതിലുള്ള ഓൾജിബ്രായിക് സം ഓഫ് ആ ക്ലോസ്ഡ് പാർട്ടിന്റെ ഉള്ളിലെ ഇ എം എഫിന്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെയും സം എടുത്തു കഴിഞ്ഞാൽ ആ ക്ലോസ്ഡ് ലൂപ്പിലെ ഇ എം എഫിന്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെയും എല്ലാത്തിന്റെയും ഓൾജിബ്രായിക് സം എടുക്കണം. ഓക്കെ, ഓൾജിബ്രായിക് സം എടുത്തു കഴിഞ്ഞാൽ അത് 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓൾജിബ്രായിക് സം എടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കും എന്ന് പറയുന്നത്. എന്താണ് ഈ ഓൾജിബ്രായിക് സം? നമുക്ക് ചുമ്മാ അവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇ എം എഫും കൂട്ടിയാൽ പോരാ. ഓക്കെ, അതിനെ ഓൾജിബ്രായിക് സം ചെയ്യണം. ചിലതിന് പോസിറ്റീവ് എടുക്കണം, ചിലതിന് നെഗറ്റീവ് എടുക്കണം. സോ കൺവെൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കാം, നമുക്ക് 2 എടുത്തു കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ ശരിയാവും. എങ്കിലും നമ്മൾ കൺവെൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റിന്റെ ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ലൂപ്പ് എടുക്കുമ്പോൾ, സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൂപ്പ് കറന്റിന്റെ അതേ ഡയറക്ഷനിലാണെങ്കിൽ അത് നമ്മൾ നെഗറ്റീവ് എടുക്കും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നെഗറ്റീവ് എടുക്കും. കറന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് പോകുന്നതെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പോസിറ്റീവ് എടുക്കും. ഇതിന് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. ഇതും നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്ലൈ ലൂപ്പ് റൂൾ ടു ദ ലൂപ്പ് എ ബി ഇ എഫ് എ. എ ബി ഇ എഫ് എ ഈ കാണുന്ന ഈ ലൂപ്പില് നമ്മളുടെ ലൂപ്പ് റൂൾ ഉപയോഗിക്കുക. ഏത്? കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ ഉപയോഗിച്ചിട്ട് ഇക്വേഷൻ എഴുതുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എങ്ങോട്ട് വേണം? എയിൽ നിന്ന് ബിയിലേക്ക് വേണം, ബിയിൽ നിന്ന് ഇ എഫ് പിന്നെയും തിരിച്ചേ. സോ ഇവിടെ 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, 2 റെസിസ്റ്റർ ഉണ്ട്, ഒരു സെല്ല് ഉണ്ട്. സോ 2 പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, ഒരു ഇ എം എഫ് ഉണ്ട്. സോ ഇത് നമുക്ക് എങ്ങനെ ഓൾജിബ്രായിക് സം കാണാം എന്ന് ശ്രദ്ധിക്കുക. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എയിൽ നിന്ന് ഇങ്ങോട്ട് പോകാൻ പോണേ, ബിയിലേക്ക് പോകാൻ പോവാണ്. സോ നോക്കാം, ഇവിടെ കൂടെ ഒഴുകുന്ന കറന്റ് I1 ആണ്. ഇവിടെ ഒഴുകുന്ന കറന്റ് I1 ആണ്. ഈ ഡയറക്ഷനിൽ കറന്റ് ഒഴുകുന്നത്, ഈ ഡയറക്ഷനിൽ കറന്റ് ഒഴുകുന്നത്. നമ്മൾ ലൂപ്പ് എടുക്കുമ്പോൾ പോകുന്നത് കറന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലെ. എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു, നമ്മൾ അങ്ങോട്ട് പോകുന്നു. ലൂപ്പ് എടുക്കുമ്പോൾ കറന്റ് ഒഴുകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ കൺവെൻഷൻ ഇതാണ്, നമ്മൾ കറന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ, ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ പോസിറ്റീവ് ആക്കി എടുക്കും. സോ ഇവിടെ എന്താ പറയാ, ഈ I1 കറന്റ് R1 റെസിസ്റ്ററിലൂടെ ഒഴുകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് I1 R1 പ്ലസ് ആണോ മൈനസ് ആണോ? സോ കറന്റിന് ഇങ്ങോട്ട് നമ്മൾ ലൂപ്പ് എടുക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്ക്, എയിൽ നിന്ന് ബിയിലേക്ക്. സോ കറന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. സോ അത് പോസിറ്റീവ് ആണ്.
നോക്കാം. എന്നിട്ട് ബിയിൽ നിന്ന് ഇയിലേക്ക് വരാണ്, ബിയിൽ നിന്ന് ഇയിലേക്ക് വരാണ്. സോ നമ്മുടെ ലൂപ്പ് പോകുന്ന അടിയിലേക്ക്, ബിയിൽ നിന്ന് ഇയിലേക്ക്. പക്ഷെ കറണ്ടും ഇപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. I3 ആണ് കറണ്ട് വരുന്നത്, R3 ആണ് റെസിസ്റ്റൻസ്. I3 ആണ് കറണ്ട്, R3 ആണ് റെസിസ്റ്റൻസ്. സോ ഇപ്പോഴും കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നത്. സോ പ്ലസ്, കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് പ്ലസ്. ഈ R3 ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ വരാ? I3 R3, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. സംശയമൊന്നുമില്ല. സോ രണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയി, രണ്ടും പോസിറ്റീവ് ആണ്. കാരണം കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ലൂപ്പ് പോകുന്നത്. എയിൽ നിന്ന് ബി, ബിയിൽ നിന്ന് നമ്മൾ ഇയിലേക്ക് പോകുന്നു. ഇനി നമ്മൾ ഇയിൽ നിന്ന് എഫിലേക്ക് പോവാണ്, ഇയിൽ നിന്ന് എഫിലേക്ക് പോവാണ്. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല, ഇത് റെസിസ്റ്റർ ഒന്നുമില്ല. പക്ഷെ ഇവിടെ വേറെ സാധനമുണ്ട്, സെല്ലുണ്ട്. സെല്ലിന്റെ EMF ഉണ്ട്. സെല്ലിന്റെ EMF നമ്മൾ ശ്രദ്ധിക്കുക, പോസിറ്റീവിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവ് ടെർമിനൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് പോകുന്നത്. അത് ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്ക് പോകുന്നത്. ഹൈ പൊട്ടൻഷ്യൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ആ EMF നെഗറ്റീവ് ആയിട്ട് എടുക്കണം, നെഗറ്റീവ് ആയിട്ട് എടുക്കണം. സോ മൈനസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1. സോ ഇതാണ് algebraic sum of all the potential difference and EMFs in this closed loop. ഓക്കെ, രണ്ട് റെസിസ്റ്റർ ഉണ്ട്. ആ രണ്ട് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് I1 R1, I3 R3. ഒരു സെല്ലുണ്ട്, അവിടെയുള്ള EMF ആണ് V1, നെഗറ്റീവ് ആണ്. കാരണം പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് നെഗറ്റീവ്. ഇതിന്റെ സം എന്തായിരിക്കും, ഈ ഓൾജിബ്രായിക് സം എന്തായിരിക്കും എന്നാണ് നമ്മുടെ ലൂപ്പ് റൂൾ പറയുന്നത്. ലൂപ്പ് റൂൾ പറയുന്നത് ഇത് 0 ആയിരിക്കും അല്ലേ. സം ഓഫ് ഓൾജിബ്രായിക് സം ഓഫ് ഓൾ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് ദ EMF ഓഫ് ദ സെൽ ഈസ് 0. സോ അതാണ് ഈ ക്ലോസ്ഡ് ലൂപ്പിലേക്ക് നമ്മൾ കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇവിടെ ഒരു ക്ലോസ് ലൂപ്പ് അല്ലല്ലോ, രണ്ട് അഡീഷണൽ ക്ലോസ് ലൂപ്സ് കൂടി ഉണ്ട് അല്ലെ. ഈ പറയുന്ന BCDEB ഇതൊരു ക്ലോസ് ലൂപ്പാണ്. പിന്നെ വലിയൊരു ക്ലോസ് ലൂപ്പ് ഉണ്ട്. ഈ രണ്ട് ക്ലോസ് ലൂപ്പിലും നിങ്ങൾ ഒന്ന് സ്വന്തമായിട്ടൊന്ന് കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പമായിരിക്കുമല്ലോ. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസും EMFും കാണാൻ എളുപ്പമായിരിക്കും. പ്ലസും മൈനസും കൂടെ ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇതാണ് കിർച്ചോഫിന്റെ ലൂപ്പ് റൂള്. സ്റ്റേറ്റ്മെന്റും പഠിക്കാം, അപ്ലൈ ചെയ്യാനും പഠിക്കാം. നൗ നെക്സ്റ്റ് നമ്മളുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്. സോ നിങ്ങൾ ഒരു പോർഷനെ പഠിക്കുള്ളൂ എങ്കിൽ അങ്ങനെ ആരും പഠിക്കാൻ നിൽക്കരുത്. ഓക്കെ, ഒരു പോർഷൻ പഠിക്കാൻ നിൽക്കരുത്. സപ്പോസ് നിങ്ങൾ ഏതെങ്കിലും സാഹചര്യം കൊണ്ട് ഒറ്റ പോർഷനെ പഠിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട പോർഷനാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ഓക്കെ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. സോ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിക്കാണ്ട് ഒരാളും നിങ്ങൾ എക്സാം എഴുതാൻ പോരുത്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വളരെ എളുപ്പമുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്, ഒരു ഡെറിവേഷൻ ആണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. സോ ക്വസ്റ്റ്യൻ വരാ ഡയറക്ട്ലി, ഒന്നില്ലെങ്കിൽ ഡയറക്ട്ലി പറയും പ്രൂവ് വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ. ഓക്കെ, വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ പ്രൂവ് ചെയ്യാൻ പറയും, ഡയറക്റ്റ് ചോദിക്കും. അല്ലെങ്കിൽ കുറച്ച് ഭംഗിയൊക്കെ ആക്കിയിട്ട് ഈ പറയുന്ന പോലെ പ്രൂവ് R2/R1 ഈസ് ഈക്വൽ ടു R4/R3 വെൻ നോ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദി ഗാലവോമീറ്റർ. ഗാലവോമീറ്റർ കൂടെ കറണ്ട് ഒന്നും പോവാത്തപ്പോ R2/R1 ഈസ് ഈക്വൽ ടു R4/R3. ഇങ്ങനെ എത്ര ഭംഗിയിൽ ചോദിച്ചാലും ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാണ്, വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ പ്രൂവ് ചെയ്യാനാണ്. സോ ഇവിടെ പോയിന്റുകൾ നിങ്ങൾ നോക്കാം. I1 കറണ്ട് I2 കറണ്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഇവിടെ I3 കറണ്ടും I4 കറണ്ട് ആയിട്ട് പോവാണ്, കൂട്ടിമുട്ടുന്നു, കറണ്ട് ഇങ്ങനെ വരുന്നു. R1 R4 R1 R2 R3 R4 ഇങ്ങനെ 4 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ പ്രൂവ് ദാറ്റ് R2/R1 is equal to R4/R3. ഇവിടെ എഴുതാം R2/R1 is equal to R4/R3. നിങ്ങൾക്ക് കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ മനസ്സിലായെങ്കിൽ ഈ ഡെറിവേഷൻ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഡിഫിക്കൽട്ട് തിങ്. കിർച്ചോഫിന്റെ ലൂപ്പ് റൂള് മാത്രം അറിഞ്ഞാൽ മതി, വേറെ ഒന്നും അറിയണ്ട ഈ ഡെറിവേഷൻ ചെയ്യാനായിട്ട്. സോ അത്രയ്ക്ക് എളുപ്പമുള്ള ഡെറിവേഷൻ ആണ്. കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ അറിയില്ല എന്നെങ്കിൽ അത് പഠിച്ചിട്ടാണ് ഇത് ചെയ്യാനുണ്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ രണ്ട് ലൂപ്പ് കൺസിഡർ ചെയ്യാണ്. ഒന്ന് ഈ ഫിഗറിലെ ഈ കാണുന്ന ഫസ്റ്റ് ലൂപ്പ് നമുക്ക് ലൂപ്പ് പേരെന്താണ്, ABDA എന്നുള്ള ലൂപ്പ് കൺസിഡർ ചെയ്യാം. ABDA. ഈ ABDAയില് നമ്മൾ കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നോക്കാം. കറന്റിന്റെ സെയിം ഡയറക്ഷനിൽ പോവാണ്. സോ ഈ റെസിസ്റ്റൻസ് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആയിരിക്കും,
അത് നെഗറ്റീവ് ആയിരിക്കും, കാരണം കറണ്ടിന്റെ സെയിം ഡയറക്ഷനിൽ പോവാണ്. പോസിറ്റീവ് എടുത്താൽ നിങ്ങൾക്ക് ആൻസർ ശരിയായിട്ട് കിട്ടും, ബട്ട് കൺവെൻഷൻ ഇതാണ്. സോ നെഗറ്റീവ് എടുക്കാം. -I2R2. സോ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയി. പിന്നെ ലൂപ്പ് താഴേക്ക് വരാണ്. ഇവിടെ കറണ്ട് ഇല്ല, കറണ്ട് ഒഴുകുന്നില്ല. അതാണ് വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിളിന്റെ കോർ പോയിന്റ്. ഈ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഒന്നും ഒഴുകുന്നില്ല. ഓക്കെ, സോ I2R2 അടിക്ക് വന്നു. ഇനി ഇങ്ങോട്ട് പോകണം. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് I1R1 ആണ്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? കറണ്ട് ഇങ്ങോട്ടാണ്, നമ്മൾ പോകുന്ന ലൂപ്പ് അങ്ങോട്ടാണ്. സോ കറണ്ടിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ലൂപ്പ് പോകുന്നത്. സോ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പ്ലസ് I1R1 എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് നമ്മുടെ കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ പറയുന്നത്. സോ നമുക്ക് ഈ -I2R2 അങ്ങോട്ട് കൊണ്ടുപോകാം. സോ I1R1 I2R2. ഇക്വേഷൻ 1 കൊടുക്കാം. സെയിം പരിപാടി. ഈ ലൂപ്പ് റൂൾ നമുക്ക് അടുത്ത ലൂപ്പ് ഏത്? BCDB ലൂപ്പ്. BCDB ആ ലൂപ്പിലേക്ക്, രണ്ടാമത്തെ ലൂപ്പിലേക്ക് നമുക്ക് കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. സോ നമുക്ക് നോക്കാം. ബിയിൽ നിന്ന് സിയിലേക്ക് വരാണ്. കറന്റിന്റെ സെയിം ഡയറക്ഷനിലാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് നെഗറ്റീവ് ആയിരിക്കും. സോ -I4R4 പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാണ്. കറന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ലൂപ്പ് വരുന്നത്. സോ പ്ലസ് ആയിരിക്കും I3R3 പ്ലസ് I3R3 0. കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ. ഇതിൽ നമുക്ക് എന്ത് ചെയ്താം? I3R3 I4R4. ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഈ രണ്ട് ഇക്വേഷൻ കിട്ടി. എവിടെ നിന്ന് കിട്ടി? കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ നമ്മൾ ഈ രണ്ട് ലൂപ്പിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടി. നമുക്കറിയാലോ, ഈ ജിയിലൂടെ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഒന്നും ഒഴുകണില്ല, നടുക്കുള്ള ഇതിലൂടെ കറണ്ട് ഒന്നും ഒഴുകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന I2 തന്നെയായിരിക്കും I4ലൂടെയും പോകുന്നത്. I2 തന്നെയായിരിക്കും I4ലൂടെ പോകുന്നത്. I1 തന്നെയായിരിക്കും I3. സോ അപ്പോൾ നമുക്ക് എഴുതാം, സിൻസ് there is no current through galvanometer G, നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ I2 I4 ഈക്വൽ ആയിരിക്കും. I2 I4. അതുപോലെ തന്നെ I1ഉം I3യും ഈക്വൽ ആയിരിക്കും. I1ഉം I3യും ഈക്വൽ ആയിരിക്കും. സോ ഈ I2 I4 അല്ല I1 I3 എന്നുള്ള ആ ഒരു ഫാക്ട് നമ്മൾ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ഇക്വേഷൻ 2. ഇക്വേഷൻ 2ലെ I3 ഉള്ളിടത്ത് I1 എഴുതാം, I4 ഉള്ളിടത്ത് I2 എഴുതാൻ പോണേ. സോ I1R3 I2R4 ഇക്വേഷൻ 3 എന്ന് വിളിക്കാം. സോ ഫൈനലി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് കൂടി ഉള്ളൂ. നമുക്ക് ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ചെയ്യണം. സോറി, ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 3 ചെയ്യണം. എവിടെ എഴുതാം? സോ മായ്ക്കാൻ പോവാണേ. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 3. Equation 2 divided by equation 1 divided by equation 3. Equation 1 divided by equation 3. Equation 1 എന്തായിരുന്നു? I2R2 എന്തായിരുന്നു? I1 I2R2 is equal to I1R1. Then equation 1. So equation 1 by equation 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോക്കാം. I2R2 divided by I1R3 is equal to I1R1 divided by I2R4. മക്കളൊന്ന് ശ്രദ്ധിച്ച്, ഇക്വേഷൻ നമ്പർ 1 ഇതായിരുന്നു. I1R1 is equal to I2R2. സാർ മായ്ച്ചപ്പോൾ അത് തിരിഞ്ഞുപോയി, ശ്രദ്ധിക്കുക. I1R1 is equal to I2R2 ആണ് ഇക്വേഷൻ നമ്പർ 1. സോ ഇക്വേഷൻ നമ്പർ
1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും I1 R1 ഡിവൈഡഡ് ബൈ I1 R3 is equal to I2 R2 divided by I2 R4. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും I1 ക്യാൻസൽ ആയി, I2 ക്യാൻസൽ ആയി. R1 by R3 is equal to R2 by R4. ഓർ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? R1 by R2 is equal to R3 by R4. R1 by R2 is equal to R3 by R4. R1 by R2 is equal to R3 by R4. So ഇതാണ് നമ്മുടെ വീറ്റ്സ്റ്റൺ പ്രിൻസിപ്പിൾ വരുന്നത്. R1 by R2 is equal to R3 by R4 അല്ലെങ്കിൽ R2 by R1 is equal to R4 by R3 എല്ലാം സെയിം ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടും സെയിം ആണ്. R1 by R2 is equal to R3 by R4 അല്ലെങ്കിൽ R2 by R1 is equal to R4 by R3 which is the വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. സോ ഇതാണ് വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ. ഇത് അപ്ലിക്കേഷൻ ഓഫ് കിർച്ചോഫ് റൂൾ ആണ്. ഇത് ഡെഫിനറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഏറ്റവും പ്രോബിലിറ്റി പറയാവുന്ന ക്വസ്റ്റ്യൻ ആണ് വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ. ഓക്കെ ആണല്ലോ? ശരി, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ ഇക്വേഷൻ ആലോചിക്കേണ്ടത് R is equal to rho L by A എന്നുള്ള ഇക്വേഷൻ ആലോചിക്കാം. R is equal to rho L by A. സോ ആ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്ക് മനസ്സിലാക്കാം. ഏതൊക്കെയാണ്? റോ വിച്ച് ഈസ് റെസിസ്റ്റിവിറ്റി, L ലെങ്ത്, A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സോ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ നേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അത് ഏത് മെറ്റീരിയലാണ്, അയൺ ആണോ കോപ്പർ ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ബേസിൽ ചോദിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, വായിച്ചു നോക്കാം. എ വയർ ഓഫ് ലെങ്ത് L, resistance R is cut into two equal halves of same length. സെയിം ലെങ്ത് ഉള്ള രണ്ട് ഈക്വൽ ഹാഫ്സ് ആക്കി നമ്മൾ കട്ട് ചെയ്യാണ് ഒരു വയറിനെ. The resistance of each half will be. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു വയർ ഉണ്ട്, ആ വയറിന്റെ ലെങ്ത് L ആയിരുന്നു. ഈ വയറിനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തു, രണ്ടായിട്ട് മുറിച്ചു, ഈക്വൽ ഹാഫ്സ് ആയിട്ട് മുറിച്ചത്. സോ ഈ രണ്ടിന്റെയും ലെങ്ത് എന്തായിരിക്കും? L/2 തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഓരോന്നിന്റെയും റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ ഓരോന്നിന്റെയും റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സോ നമുക്കറിയാം R is equal to rho L by A. സോ rho L by A. രണ്ടായിട്ട് മുറിക്കുമ്പോൾ ഇത് ലെങ്ത്തിന് മാത്രമേ മാറ്റുള്ളൂ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറ്റില്ല, റെസിസ്റ്റിവിറ്റിക്ക് മാറ്റില്ല, വേറെ ഒന്നിനും മാറ്റില്ല. ലെങ്ത് എന്തായി? പകുതിയായി, ഹാഫ് ആയി. സോ പുതിയ റെസിസ്റ്റൻസ്, ആ പകുതി ലെങ്ത് ഉള്ള വയറിന്റെ റെസിസ്റ്റൻസ് നമുക്ക് എന്ത് കിട്ടും? R dash is equal to rho by A. L എന്നുള്ളത് ഇപ്പോൾ L/2 ആയി. L/2 എന്ന് പറഞ്ഞാൽ R dash is equal to 1/2 rho L by A. നമുക്കറിയാം rho L by A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? rho L by A എന്ന് പറഞ്ഞാൽ പണ്ടത്തെ റെസിസ്റ്റൻസ്, മുറിക്കുന്നതിന് മുന്നുള്ള റെസിസ്റ്റൻസ് ആണ്, R ആണ്. സോ R dash is equal to R, ഈ റെസിസ്റ്റൻസ് ആണ് R divided by 2. സോ മുറിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഈക്വൽ ഹാഫ് ആയിട്ട് മുറിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? പഴയ റെസിസ്റ്റൻസിന്റെ ഹാഫ് ആയിരിക്കും. ലെങ്ത് ഹാഫ് ആകുമ്പോൾ റെസിസ്റ്റൻസും ഹാഫ് ആകും. ഇത് ഒരു റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ R equal to rho L by A എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും പക്ഷെ ലെങ്ത് ഹാഫ് ആകും എന്നായിരിക്കില്ല. ഓക്കെ, ലെങ്ത് ഹാഫ് ആകാം, ലെങ്ത് ഡബിൾ ആകാം, ട്രിപ്പിൾ ആകാം, ഏരിയ ഹാഫ് ആകാം, ഏരിയ ഡബിൾ ആകാം, അല്ലെങ്കിൽ റേഡിയസ് ഹാഫ് ആകാം, റേഡിയസ് ഡബിൾ ആകാം. ഇങ്ങനെ ഓരോ സിറ്റുവേഷനിലും റെസിസ്റ്റൻസ് എങ്ങനെ മാറും എന്നുള്ളത് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഈ R is equal to rho L by A എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് പ്രോബ്ലം ആണ്, വിച്ച് മീൻസ് ലെങ്ത് മാത്രമേ മാറുന്നുള്ളൂ. സോ ലെങ്ത് ഹാഫ് ആവുന്നു, റെസിസ്റ്റൻസ് ഹാഫ് ആവുന്നു. പക്ഷെ എപ്പോഴും അങ്ങനെ ആയിരിക്കുന്നില്ല, ലെങ്ത് മാറാം, ചിലപ്പോൾ ലെങ്ത്തും ഏരിയ ഒക്കെ മാറാം. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സിൽ ഈ സെയിം ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സോ നമുക്ക് ഇതിന്റെ ബേസിലുള്ള ഒരു പ്രോബ്ലം കൂടി ചെയ്യാം.
എ വയർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 10 ohm. ഒരു വയറിന് 10 ohm റെസിസ്റ്റൻസ് ഉണ്ട്. ഇറ്റ് ഇസ് സ്ട്രെച്ച്ഡ് ബൈ 10%. അത് സ്ട്രെച്ച് ചെയ്യാണ്, 10% സ്ട്രെച്ച് ചെയ്യാണ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ന്യൂ റെസിസ്റ്റൻസ്? സോ ഇവിടെ ഒരു വയർ സ്ട്രെച്ച് ചെയ്യാണ്, മുറുക്കിയല്ല, സ്ട്രെച്ച് ചെയ്യാണ്. ലെങ്ത് എത്രയായിട്ട് മാറുകയാണ്? ലെങ്ത് 10% ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, സോ നിങ്ങൾ ആലോചിക്കാം, നമുക്കറിയാം R = ρl/A. ലെങ്ത് 10% ഇൻക്രീസ് ചെയ്യുമ്പോൾ എത്രയാണ് പുതിയ വയറിന്റെ, ആ സ്ട്രെച്ച് ചെയ്ത വയറിന്റെ റെസിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. R = ρl/A ആണ് നമുക്കറിയാം. സോ പുതിയ റെസിസ്റ്റൻസ്, സപ്പോസ് L ആണ് പഴയ ലെങ്ത്, A ആണ് പഴയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. റെസിസ്റ്റിവിറ്റി മാറില്ല, വലിച്ചാലും വലിച്ചിരുന്നു റെസിസ്റ്റിവിറ്റി മാറില്ല. സോ R = ρl/A ആണ് പഴയ റെസിസ്റ്റൻസ്. പുതിയ റെസിസ്റ്റൻസ് R dash = നമുക്ക് എന്ത് എഴുതാം? ρl'/A'. ഈ ലെങ്ത് 10% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറും അല്ലെ. ഒരു ലെങ്ത്തിനെ നമ്മൾ പിടിച്ച് വലിക്കുക, ഒരു വയർ പിടിച്ച് വലിച്ച് അതിന്റെ ലെങ്ത് 10% ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറൂലേ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്കറിയാം കുറയും. ലെങ്ത് 10% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയും. എത്ര പെർസെന്റ് കുറയും? നമുക്കത് കാണാം. സോ ലെങ്ത് മാറും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറും. അപ്പോ പുതിയ റെസിസ്റ്റൻസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് പുതിയ ലെങ്ത് L' ഇത് സ്ട്രെച്ച് ചെയ്തതിനു ശേഷം ലെങ്ത് എന്ന് പറഞ്ഞാൽ 10% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ലെങ്ത്തിന്റെ 10% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ L × 110% അറിയണം കേട്ടോ. 110/100 ഇതല്ലേ പുതിയ ലെങ്ത്. പഴയ ലെങ്ത്തിന്റെ 110/100 ഇതാണ് 10% ഇൻക്രീസ് ചെയ്ത ലെങ്ത് L'. നമുക്ക് എന്ത് ചെയ്താം? 11/10 × L. ഓക്കെ, ഇവിടെ ലെങ്ത് ഇൻക്രീസ് ചെയ്തു, ഏരിയ ഡിക്രീസ് ചെയ്യും. ഇവിടെ ഏത് ക്വാണ്ടിറ്റിയാണ് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക? ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നത്, സ്ട്രെച്ച് ചെയ്താലും കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നത് ഇതിന്റെ വോളിയം ആയിരിക്കും. ഓക്കെ, ഇതിന്റെ വോളിയം ആണ്. വോളിയത്തിന് മാറ്റമില്ല. സ്ട്രെച്ച് ചെയ്യുമ്പോഴും സ്ട്രെച്ച് ചെയ്യാൻ മുന്നും വോളിയം സെയിം ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം പഴയ ഏരിയ, സ്ട്രെച്ച് ചെയ്യാൻ മുന്നുള്ള ഏരിയ ഇൻറ്റു മുന്നത്തെ ലെങ്ത്. സ്ട്രെച്ച് ചെയ്യാൻ മുന്നുള്ള ഏരിയ ആൻഡ് ലെങ്ത് നമുക്കറിയാം വോളിയം = ഏരിയ ആൻഡ് ലെങ്ത് ആണ്. ഏരിയ ആൻഡ് ലെങ്ത് ആണ് വോളിയം. സോ പഴയ ഏരിയ ഇൻറ്റു പഴയ ലെങ്ത് = പുതിയ ഏരിയ ഇൻറ്റു പുതിയ ലെങ്ത്. ഇതാണ് പുതിയ ഏരിയ, ഇതാണ് പുതിയ ലെങ്ത്. പുതിയ ലെങ്ത് നമുക്കറിയാലോ L' = 11/10 × L ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A × L = A' × L' പകരം 11/10 L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് A' എന്ത് കിട്ടും? L ക്യാൻസൽ ആയി. A' = 10/11A. 10/11A ആണ് A'. L' കിട്ടി, A' കിട്ടി. L' കിട്ടി. L' എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിന് ശേഷമുള്ള ലെങ്ത്. A' കിട്ടി. A' എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിന് ശേഷമുള്ള ഏരിയ. രണ്ടും കൊണ്ടിട്ട് നമ്മുടെ പുതിയ റെസിസ്റ്റൻസ് ആണ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് കിട്ടും? R' = ρ. സ്ട്രെച്ച് ചെയ്താലും റെസിസ്റ്റിവിറ്റിക്ക് മാറ്റൊന്നുമില്ല. ഓക്കെ, റെസിസ്റ്റിവിറ്റി ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് മെറ്റീരിയൽ. സോ സ്ട്രെച്ച് ചെയ്താലും റെസിസ്റ്റിവിറ്റിക്ക് വ്യത്യാസമൊന്നുമില്ല. സോ ആകെ മാറുന്നത് ലെങ്ത്തും ഏരിയയും മാറും. നമുക്ക് പുതിയ ലെങ്ത്തിന്റെയും ഇക്വേഷൻ കിട്ടി, പുതിയ ഏരിയയുടെയും ഇക്വേഷൻ കിട്ടി. രണ്ടും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ρ × L' എന്ന് പറഞ്ഞാൽ 11/10 × L ഡിവൈഡഡ് ബൈ A'. 10/11 × A. ശ്രദ്ധിക്കുക, അടുത്ത് ഇവിടെയാണ്. സോ R' = നമുക്ക് എന്ത് കിട്ടും? ρ × 11/10 × 11/10 A L divided by A. L divided by. So almost നമ്മൾ ഇക്വേഷനിലേക്ക് എത്തി. So finally R' is equal to നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക ρ ഇൻറ്റു ഇവിടെ ρ L/A ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ 121 divided by 100 എന്ന് കിട്ടും. 121 divided by 100 എന്ന് പറഞ്ഞാൽ 1.21 ആണ്. So 1.21 into 1.21 into ρl by A ആണ് നമ്മുടെ ആദ്യത്തെ റെസിസ്റ്റൻസ്. ഏത്? സ്ട്രെച്ച് ചെയ്യണ മുന്നുള്ള റെസിസ്റ്റൻസ് ആണ് ρl by A.
അത് എത്ര തന്നിട്ടുണ്ട്? 10 ഓം ആണ്. സോ റോയൽ ബൈ എ എന്ന് പറഞ്ഞാൽ 10 ഓം ആണ്. സോ ഇൻറ്റു 10 വിച്ച് ഇസ് ഈക്വൽ ടു നമ്മുടെ പുതിയ റെസിസ്റ്റൻസ് 12.1 ഓം ആണ്. 12.1 ഓം ആണ്. സോ ഇതൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ തൊട്ട് മുന്നുള്ള ഇക്വേഷൻ പോലെ എൽ എത്ര ഹാഫ് ബൈ, സോ റെസിസ്റ്റൻസ് എത്രയാവും? റെസിസ്റ്റൻസ് ഹാഫ് ആവും. എൽ ഡബിൾ ആയിട്ട് റെസിസ്റ്റൻസ് ഡബിൾ ആവും. ഇങ്ങനെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് എൽ ഇത്രയും പെർസെന്റ് ഇൻക്രീസ് ചെയ്തു, സ്ട്രെച്ച് ചെയ്തു, കംപ്രസ് ചെയ്തു, ഇങ്ങനെ സിറ്റുവേഷൻസിൽ മാത്ത് കുറച്ചും കൂടെ ഒരു നെക്സ്റ്റ് ലെവലാകും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒട്ടും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നൂല, ഒന്നും മനസ്സിലാക്കുക. സോ അങ്ങനെ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം, അല്ല ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. സോ ഇങ്ങനെ കോഴ്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏതാണ്? ആർ ഈക്വൽ ടു റോ എൽ ബൈ എ എന്നുള്ള ആ ഒരു ഇക്വേഷന് ബേസ് ചെയ്തിട്ടുള്ള പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ഓംസ് ലോ. ഓംസ് ലോ എന്താ പഠിക്കണം? എക്സ്പ്ലെയിൻ ദ ലിമിറ്റേഷൻ ഓഫ് ഓംസ് ലോ. ഓംസ് ലോയുടെ ലിമിറ്റേഷൻസും പഠിക്കണം. സോ ഇത് കൂടുതൽ എക്സ്പ്ലനേഷൻ നമുക്ക് വേണ്ട. നമുക്കറിയാം ഓംസ് ലോ എന്ന് പറഞ്ഞാൽ കറന്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. The current passing through a conductor is directly proportional to the potential difference between the ends. ഇത് തന്നെയാണ് നമ്മളുടെ ഓംസ് ലോ വരുന്നത്. ഇക്വേഷൻ വരാ V is proportional to I. V is equal to IR, where R is the resistance. R ആണ് റെസിസ്റ്റൻസ്. എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ? ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ, ഒന്നാമത്തെ ലിമിറ്റേഷൻ, ഓംസ് ലോ ഇസ് നോട്ട് യൂണിവേഴ്സൽ ലോ. ഇത് എല്ലാ മെറ്റീരിയൽസും എപ്പോഴും ഒബേ ചെയ്യുന്ന ഒരു ലോ അല്ല ഓംസ് ലോ. ഓക്കെ, ഓംസ് ലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽസ് ഉണ്ട്. സോ അതിന്റെ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം. ഓംസ് ലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽസ് ആണ് PN ജംഗ്ഷൻ ഡയോഡ്, NP ജംഗ്ഷൻ ഡയോഡ്, ഈ ട്രാൻസിസ്റ്റേഴ്സ്, സൂപ്പർ കണ്ടക്ടേഴ്സ്. ഇതെല്ലാം ഓംസ് ലോ ഒബേ ചെയ്യാത്ത കണ്ടക്ടേഴ്സ് ആണ്, ഓംസ് ലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽസ് ആണ്. സോ അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ, that it is not a universal law. There are materials which do not obey Ohm's law. ഒന്നാമത്തെ. രണ്ടാമത്തെ ലിമിറ്റേഷൻ ആണ് ഈ ഓംസ് ലോ ഒബേ ചെയ്യുന്ന മെറ്റീരിയൽ തന്നെ, ഓംസ് ലോ ഒബേ ചെയ്യുന്ന മെറ്റീരിയൽ ആണെങ്കിൽ കൂടെ ഒരുപാട് കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ അത് ഹീറ്റ് ചെയ്തിട്ട് ആ മെറ്റീരിയൽ ഹീറ്റ് ചെയ്ത് അതിന്റെ റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, സോ അതാണ് അടുത്ത ലിമിറ്റേഷൻ. അങ്ങനെ ഹീറ്റ് കൂടിയിട്ട് അത് ഓംസ് ലോ ഒബേ ചെയ്യാതെ ആകും. സോ അത് നമ്മൾ നെക്സ്റ്റ് ലിമിറ്റേഷൻ. വെൻ എക്സസ് കറണ്ട് ഫ്ലോസ് ത്രൂ എ മെറ്റൽ കോർ, ഒരുപാട് കറണ്ട് ഒഴുകുമ്പോൾ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്, ഒരുപാട് ഹീറ്റ് ഉണ്ടാവും. ഹെൻസ് റെസിസ്റ്റൻസ് ഓഫ് മെറ്റൽ ഇൻക്രീസസ്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? VI ഗ്രാഫ് നോൺ ലീനിയർ ആവും. VI ഗ്രാഫ് ലീനിയർ ആവുമ്പോഴാണ് ഓംസ് ലോ, അല്ലെ? VI ഗ്രാഫ് ലീനിയർ ആവുമ്പോഴാണ് ഓംസ് ലോ. ലീനിയർ അല്ലാതെ ആവും. ഓക്കെ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം. ഇതാണ് രണ്ടാമത്തെ ലിമിറ്റേഷൻ. സോ ഈ രണ്ട് ലിമിറ്റേഷൻ പഠിക്കാം. ഓംസ് ലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽസിന്റെ രണ്ട് എക്സാമ്പിൾസ് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് VI ഗ്രാഫ് തന്നിരിക്കുകയാണ്, രണ്ട് മെറ്റീരിയൽസിന്റെ VI ഗ്രാഫ് തന്നിരിക്കുകയാണ്. സോ വായിച്ചു നോക്കാം. The voltage current graph for VI graph for two resistors of the same materials and same radii with the length L1 and L2 are shown in the figure. രണ്ട് സെയിം മെറ്റീരിയൽ ആണ്, സെയിം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, സെയിം റേഡിയസ് ആണ്, രണ്ട് ഡിഫറെന്റ് ലെങ്ത് ആണ്. രണ്ട് മെറ്റീരിയൽ ഉണ്ട്, സെയിം മെറ്റീരിയൽ ആണ്, അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആണ്, റേഡിയസ് സെയിം ആണ്, ലെങ്ത് ഡിഫറെന്റ് ആണ്. ഒരിടത്തിന് L1 ഉം ഒരിടത്തിന് L2 ആണ്. L1 ഈസ് ഗ്രേറ്റർ ദാൻ L2. L1 ആണ് L2 ഗ്രേറ്റർ. State with reason which of these following graphs represent voltage current change for L1. നമുക്കറിയാം L1 ആണ് ലെങ്ത് കൂടിയത്. സോ ഏത് ഗ്രാഫാണ് ലെങ്ത് കൂടിയ മെറ്റീരിയലിന്റെ, ലെങ്ത് കൂടിയ കണ്ടക്ടറിന്റെ ഗ്രാഫിനെ കാണിക്കുന്നത്? A ആണോ B ആണോ എന്നാണ് ചോദ്യം. സോ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്, ഒരു VI ഗ്രാഫ് വോൾട്ടേജ് Y ആക്സിസിലും കറണ്ട് X ആക്സിസിലും എടുത്ത് വരയ്ക്കുന്ന ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ, ചരിവ് കണ്ടു കഴിഞ്ഞാൽ അത് എന്തിനാണ് കാണിക്കുന്നത്? അത് റെസിസ്റ്റൻസിനെയാണ് കാണിക്കുന്നത്. സോ സ്ലോപ്പ് ഓഫ് എ VI ഗ്രാഫ് റെപ്രസെന്റ്സ് റെസിസ്റ്റൻസ്. ഓക്കെ, സ്ലോപ്പ് കൂടിക്കഴിഞ്ഞാൽ, ചരിവ് കൂടിക്കഴിഞ്ഞാൽ, കൂടുതൽ ചരിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതിന് മീനിങ് എന്താണ്? റെസിസ്റ്റൻസ് കൂടുതലാണ്, ആ മെറ്റീരിയൽ റെസിസ്റ്റൻസ് കൂടുതലാണ്. സ്ലോപ്പ് കുറയാണെങ്കിൽ മീനിങ് റെസിസ്റ്റൻസ് കുറവാണ്. സോ ഈ ഗ്രാഫ് നോക്കുമ്പോൾ എയും ബിയും നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ?
നമുക്കറിയാം കൂടുതൽ ചരിഞ്ഞിരിക്കുന്നത് ബി എന്ന ഗ്രാഫ് ആണ് കൂടുതൽ ചരിഞ്ഞിരിക്കുന്നത്, ഏതുമായിട്ട് എക്സ് ആക്സുമായിട്ട് കൂടുതൽ ചരിഞ്ഞിരിക്കുന്നത്. സോ ബിക്കാണ് സ്ലോപ്പ് കൂടുതൽ. സോ ഏതിനായിരിക്കും സ്ലോപ്പ് കൂടുതൽ? ബി ഹാസ് ഗ്രേറ്റർ സ്ലോപ്പ്, വിച്ച് മീൻസ് ബി ഹാസ് ഗ്രേറ്റർ റെസിസ്റ്റൻസ്. ബിക്ക് കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ട്. ബി ഹാസ് ഗ്രേറ്റർ റെസിസ്റ്റൻസ്. ബിക്ക് കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ട്. സോ ഇതിൽ ഏതായിരിക്കും ബി? അതായത് ലെങ്ത് കൂടുമ്പോൾ, ഒരെണ്ണത്തിൽ ലെങ്ത് കൂടുതലാണ്, ഒരെണ്ണത്തിൽ ലെങ്ത് കുറവാണ്. ലെങ്ത് കൂടുമ്പോഴാണോ ലെങ്ത് കുറയുമ്പോഴാണോ ഓരോ ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് കൂടാം? നമുക്കറിയാം R is equal to rho L by A അല്ലേ. സോ നമുക്കറിയാം ലെങ്ത് കൂടുന്തോറും ആ ഒബ്ജക്റ്റിന്റെ ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് കൂടും. ലെങ്ത് കൂടുന്തോറും ആ ഒബ്ജക്റ്റിന് റെസിസ്റ്റൻസ് കൂടും. സോ ലെങ്ത് കൂടുതലുള്ള ഒബ്ജക്റ്റിനാണ് മെറ്റീരിയലിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ ഉണ്ടായിരിക്കുക. ദെയർഫോർ ബിക്കാണ് റെസിസ്റ്റൻസ് കൂടുതൽ. സോ ബി ആയിരിക്കണം, ബി ആണ് നമ്മുടെ L1ന്റെ ഗ്രാഫ്. L1 ആണ് ലെങ്ത് കൂടുതൽ, ബിക്കാണ് സ്ലോപ്പ് കൂടുതൽ. സോ ലെങ്ത് കൂടുക എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുക എന്നാണ്, സ്ലോപ്പ് കൂടുക എന്ന് പറഞ്ഞാലും റെസിസ്റ്റൻസ് കൂടുക എന്നാണ്. സോ ബി ആണ്, ബി ഈസ് the graph for L1 കാരണം L1 ആണ് greater length. Okay, so slope of a graph, VI graph represents resistance, R is equal to rho L by A. So when length increases, resistance increases. When length increases, resistance കൂടും. Resistance increases. സോ ഇതാണ്. സോ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. വി ഐ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തിനെ കാണിക്കുന്നു? അത് R equal to rho L by എന്നുള്ള ഇക്വേഷനിൽ L കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. ഓക്കെ ആണല്ലോ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ്? ഇന്റേണൽ റെസിസ്റ്റൻസ് ഇൻസൈഡ് ദി സെൽ is when current flows through it. അതായത് കറണ്ട് കണ്ടക്ടറിലൂടെ മാത്രമേ ഒഴുകാം. നമുക്ക് കറണ്ട് കണ്ടക്ടറിൽ ഒഴുകും, കറണ്ട് ഒരു സെല്ലിന്റെ അകത്ത് കൂടെ ഒഴുകുന്നുണ്ട് അല്ലെ, കറണ്ട് സെല്ലിന്റെ അകത്തൂടെ ഒഴുകുന്നുണ്ട്. സോ വെൻ എ കറണ്ട് ഇസ് ഫ്ലോയിങ് ഇൻസൈഡ് ദ സെൽ, ഈ കറണ്ട് സെല്ലിന്റെ ഉള്ളിലൂടെ ഒഴുകുമ്പോൾ ആ കറന്റിന്, ആ ചാർജസിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റേണൽ റെസിസ്റ്റൻസ് വിളിക്കുക. സോ അതിന്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? സോ നെയിം 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. നെയിം 2 ഫാക്ടേഴ്സ് നോക്കിയാൽ ക്വസ്റ്റ്യൻ വരാം. ഓൾ ഫാക്ടേഴ്സ് എഴുതാൻ വരില്ല, എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കാം. ഏതൊക്കെ ഫാക്ടർ ആണ് ഇന്റേണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്നാമത്തെയാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്. ഈ 2 ഇലക്ട്രോഡ്സ് എയും ബിയും, ഫിഗറിൽ കാണുന്ന 2 ഇലക്ട്രോഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടും. രണ്ടാമത്തെ നേച്ചർ, കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഈ ഇലക്ട്രോലൈറ്റ്, ആ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിക്വിഡ് ഇലക്ട്രോലൈറ്റിന്റെ നേച്ചർ, അത് ഏത് ഇലക്ട്രോലൈറ്റ് ആണ്, അതിന്റെ കോൺസെൻട്രേഷൻ അതിന്റെ ടെമ്പറേച്ചറിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നേച്ചർ ഓഫ് ഇലക്ട്രോഡ്സ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ 2 ഇലക്ട്രോഡ്സിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഏത് ഇലക്ട്രോഡ്സ് ആണ്, എങ്ങനെയുള്ള ഇലക്ട്രോഡ്സ് ആണുള്ളത്. ലാസ്റ്റ് ഏരിയ ഓഫ് ഇലക്ട്രോഡ്സ് ഇമ്മേഴ്സ്ഡ് ഇൻ ദി ഇലക്ട്രോലൈറ്റ്. ഈ ഇലക്ട്രോലൈറ്റിന്റെ ഉള്ളിൽ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ഈ ഇലക്ട്രോഡ്സിന്റെ ഏരിയ, എത്രത്തോളം ഏരിയ ഉണ്ട് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് 4 ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ ഡിപ്പെൻഡ്സ് ഓൺ. ഇതിൽ 3 ഫാക്ടേഴ്സ് എങ്കിലും പഠിച്ചിരിക്കാം. ഇതിലേതെങ്കിലും 3 ഫാക്ടേഴ്സ് ഒക്കെ പഠിച്ചിരിക്കാം. 2 ഫാക്ടേഴ്സ് ഒക്കെ ചോദിക്കാറ്, എങ്കിലും 3 നമുക്ക് പഠിച്ചിരിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ, ഡെറിവേഷൻ ആണ്, ചെറിയ ഡെറിവേഷൻ ആണ്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ടു ഫൈൻഡ് ദ EMF ഓഫ് 2 സെൽസ് കണക്റ്റഡ് ഇൻ പാരലൽ. 2 സെല്ല് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ശ്രദ്ധിക്കാം, 2 സെല്ല് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം സെല്ല് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ സെല്ലിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാകും. രണ്ട് സെല്ല്, അതിന്റെ EMF E ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് R ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് R ആണ് രണ്ടിന്റെയും, അതിന്റെ സെല്ലിന്റെ EMF E ആണ്. ഇതൊരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡിറൈവ് എക്സ്പ്രഷൻ ടു ഫൈൻഡ് ദ എഫക്റ്റീവ് EMF, ഇവിടെയുള്ള എഫക്റ്റീവ് EMF കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ.
സോ നമുക്കറിയാം ഈ രണ്ട് സെൽസും പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, ഈ രണ്ട് റെസിസ്റ്റൻസും പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ നോക്കുക, ഇവിടെയുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് വരും? ഈ രണ്ട് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ രണ്ട് സെൽസിന്റെ ഉള്ളിലുള്ള എഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ത് വരും? എഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസ്. നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസിനെ R എന്നാണ് സൂചിപ്പിക്കാറ്. എഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ത് വരും? നമുക്കറിയാം രണ്ടും പാരലൽ കോമ്പിനേഷൻ ആണ്. സോ എഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ മതി? 1/R is equal to 1/R effective. Effective internal resistance is equal to 1/R plus 1/R. 1/R plus 1/R. It's equal to 2/R. So R effective internal resistance എന്ത് കിട്ടും? R/2. ഇനി മൊത്തം ഇതാണ് ഈ രണ്ട് കോമ്പിനേഷന്റെ, ഈ രണ്ട് സെൽസിന്റെ ഇടയിലുള്ള പാരലൽ കണക്ഷൻ ഉള്ള സെൽസിന്റെ ഇടയിലുള്ള എഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസ്. നൗ അതും ഈ നമ്മൾ പുറത്ത് കൂടെ കണക്ട് ചെയ്തിട്ടുള്ള എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R ഉണ്ട്. ഇതിന്റെ ഈ സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സോ R/2 ആണ് ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഈ R/2 ഈ ക്യാപിറ്റൽ ആറും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യിക്കുന്നത്. ഈ R/2 ഈ ക്യാപിറ്റൽ ആറും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യിക്കുന്നത്. സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് R is equal to നമുക്ക് എഴുതാം എന്താ പറയാ? R/2 പ്ലസ് ക്യാപിറ്റൽ R. R/2 പ്ലസ് ക്യാപിറ്റൽ R ആണ് ഈ മൊത്തം സർക്യൂട്ടിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഈ മൊത്തം സർക്യൂട്ടിന്റെ എഫക്റ്റീവ് EMF എന്താണ്? ഈ രണ്ട് സെല്ലിന്റെ EMF E ആണ്. പക്ഷെ ഇത് പാരലൽ കോമ്പിനേഷൻ ആയത് കാരണം നമുക്ക് ഈ രണ്ടിന്റെ ഈ രണ്ട് പോയിന്റ്സിലുള്ള EMF എന്ത് തന്നെയായിരിക്കും? E തന്നെയായിരിക്കും, പാരലൽ കോമ്പിനേഷൻ ആയത് കാരണം. സോ ടോട്ടൽ EMF E ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഇവിടെയുള്ള കറണ്ട് I, ഇതിലൂടെ ഒഴുകുന്ന കറന്റ് ആണ് I. സോ I ഇൻറ്റു ഇവിടെ കറന്റ് ആണ് I. ടോട്ടൽ EMF E is equal to നമുക്ക് ഓംസ് ലോ ഉപയോഗിക്കാം അല്ലെ? ഓംസ് ലോ എന്താ പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അഥവാ EMF ബേസിക്കലി പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു കറന്റ് ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. സോ കറന്റ് ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ് എന്താ? R/2 പ്ലസ് R. സോ ഇതാണ് നമ്മളുടെ എക്സ്പ്രഷൻ. എഫക്റ്റീവ് EMFഉം ഒരു ഇന്റേണൽ റെസിസ്റ്റൻസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്മുടെ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? സോ രണ്ട് കാര്യം അറിയണം. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് അറിയണം. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള റിലേഷൻ അറിയണം. അതിന്റെ ഡെറിവേഷൻ അറിയണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ്? Drift velocity is the average velocity attained by the free electrons when an electric field is applied. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കണ്ടക്ടറിലുള്ള ഫ്രീ ഇലക്ട്രോൺസ്, മൂവ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ഇലക്ട്രോൺസ് അറ്റൈൻ ചെയ്യുന്ന ആവറേജ് വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഡ്രിഫ്റ്റ് വെലോസിറ്റി വിളിക്കാം. സോ ഇറ്റ് ഈസ് ആവറേജ് വെലോസിറ്റി അറ്റൈൻഡ് ബൈ ദ ഫ്രീ ഇലക്ട്രോൺസ് when an electric field is applied. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആവറേജ് വെലോസിറ്റി ആണ് നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി. നമുക്ക് അതിന്റെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. എന്ത് ഇക്വേഷൻ? കറന്റും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. കറന്റും ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കാം. നമുക്കറിയാം, നമ്മൾ ഈ കണ്ടക്ടറിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാണ്. കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് A. N ആണ് ഇതിന്റെ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി. സോ L ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ, A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, N ആണ് ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി. ക്ലിയർ? ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം. ഇവിടെയുള്ള ആകെ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി. പേന തെളിയുന്നില്ല. ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഡിവൈഡഡ് ബൈ വോളിയം. ഇതാണ് ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി. Now
ഈ കണ്ടക്ടറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലേ, ഇതിന്റെ ഏരിയ ആൻഡ് ലെങ്ത് ആണ് അതിന്റെ വോളിയം. നമുക്ക് എന്ത് എഴുതാം, n ഡിവൈഡഡ് ബൈ AL. അപ്പോ നമുക്ക് ഈ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നമ്പർ ലൈക് ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻറ്റു AL എന്ന് എഴുതി കൂടെ, ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻറ്റു AL എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ 1 കൊടുക്കാം. സോ മക്കളെ, ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ് NaL. ഓക്കെ, ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ്, ഇതിലൂടെ ഒഴുകുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ചാർജ് കാണണമെങ്കിൽ നമുക്ക് എങ്ങനെ കാണാം, Q. ടോട്ടൽ എമൗണ്ട് ഓഫ് ചാർജ് Q is equal to, നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. എത്ര നമ്പർ ഉണ്ട്, ഓരോ ഇലക്ട്രോണിന്റെയും ചാർജ് എത്രയാണ് നമുക്കറിയാം. ഇലക്ട്രോണിന്റെ ചാർജിനെ നമ്മൾ കാണിക്കുക E എന്നാണ്. E ആണ് ഇലക്ട്രോണിന്റെ ചാർജ്. സോ E ആണ് ഇലക്ട്രോണിന്റെ ചാർജ്, ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ, ടോട്ടൽ എമൗണ്ട് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ട് ഇൻറ്റു ഒരു ഇലക്ട്രോണിന്റെ ചാർജ്. എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ട് ഇൻറ്റു ഒരു ഇലക്ട്രോണിന്റെ ചാർജ്. സോ നമുക്ക് എന്ത് ചെയ്താം, ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആണ് E. സോ NaLe ആണ് നമ്മുടെ ടോട്ടൽ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ. ഇനി നമുക്ക് കറണ്ട് ഇക്വേഷൻ അറിയാലോ. കറണ്ട് I is equal to Q by T ആണ്. കറണ്ട് I is equal to Q by T. കറണ്ട് I is equal to Q by T ആണ്. സോ ഇതാണ് Q, ടോട്ടൽ എമൗണ്ട് ഓഫ് ചാർജ്, ഡിവൈഡ് ബൈ ടൈം ചെയ്യാം. is equal to NaLe divided by time. NaLe divided by time. ഇതിലെ L by T ആണ് മക്കളെ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, ഇതിലെ L by T ആണ് നമ്മളുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇതിൽ L by T ആണ് നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി. നമുക്ക് എന്ത് ചെയ്താം, L by T is equal to നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി VD. അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഇക്വേഷനായി I is equal to എന്താണ്, L by T എന്ന് പറഞ്ഞാൽ VD. സോ VD. സോ ഇതാണ് കറന്റിനെയും ഡ്രിഫ്റ്റ് വെലോസിറ്റിനെയും നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ I is equal to NaEVD. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ്, വളരെ എളുപ്പമുള്ള ഡെറിവേഷൻ ആണ്. സോ I is equal to Q by T എന്നുള്ള ഇക്വേഷനിൽ Qന് NaLe സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ബൈ T L by T ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. സോ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടും I is equal to NaEVD, where VD is the drift velocity. ഓക്കെ ആണല്ലോ. സോ എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പഠിക്കണം. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള റിലേഷൻ I is equal to NaEVD എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും പഠിക്കണം. ശരി, അടുത്തത്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ. ഓക്കെ, സോ വീസ്റ്റം പിടിച്ച് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കിർച്ചോഫിന്റെ 2 റൂൾസ് ആൻഡ് അപ്ലിക്കേഷൻ, റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള ഇക്വേഷൻ, സെൽസ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ എഫക്റ്റീവ് EMF ആണുള്ള ഇക്വേഷൻ, ഫൈനലി തൊട്ടുമുന്നെ പഠിച്ച ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ്, അതിന് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള റിലേഷന്റെ ഡെറിവേഷൻ. നമുക്കിതിലെ കുറച്ച് വൺ വേർഡ് കണ്ടുവരുന്ന കുറച്ച് പോയിന്റുകൾ പറയാം. സോ നിങ്ങൾക്ക് ഇതൊന്നും സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം, പഠിക്കാം. യൂണിറ്റ് ഓഫ് മൊബിലിറ്റി, ഇതൊക്കെ ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല കേട്ടോ, ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. യൂണിറ്റ് ഓഫ് മൊബിലിറ്റി ഈസ് മീറ്റർ സ്ക്വയർ ബൈ വോൾട്ട് സെക്കൻഡ്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് വിളിക്കുന്ന പേരാണ് കണ്ടക്ടൻസ്. യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ് ആണ് ഓം റേസ് ടു -1. അതിനെ തന്നെ വിളിക്കുന്ന പേരാണ് മോ, MHO, മോ, ഓം തിരിച്ചിട്ട മോ. Reciprocal of resistivity is called conductivity. Unit of conductivity is ohm raised to -1, meter raised to -1. Dimension of temperature coefficient of resistivity. ഇതൊന്ന് നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. വളരെ സിമ്പിൾ പോയിന്റ് ആണ്. അതിന്റെ ഡയമെൻഷൻ പഠിച്ചു വെച്ചിരിക്കുക. ടെമ്പറേച്ചർ റേസ് ടു -1. ടെമ്പറേച്ചർ റേസ് ടു -1. സോ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് കെൽവിൻ റേസ് ടു -1. ഫോർ മെറ്റൽസിന് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി പോസിറ്റീവ് ആയിരിക്കും. സെമി കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഈ
ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി നെഗറ്റീവ് ആയിരിക്കും. പിന്നെ ഇ എം എഫ് എന്ന് പറഞ്ഞ സംഭവം, ഇ എം എഫിന്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. ഇ എം എഫ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഓക്കെ, ഇ എം എഫിന്റെ ഫുൾ ഫോം എന്താ? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നാണ്. പക്ഷെ അത് ഫോഴ്സ് ഉണ്ടെങ്കിലും അത് ഫോഴ്സ് അല്ല, അതൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഓക്കെ, അത് ഫോഴ്സ് അല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ശരി, സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെക്കുക. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, ഈ പറഞ്ഞ ഡെറിവേഷൻസ് ഒക്കെ പഠിക്കാം, ഈ ടൈപ്പ് പ്രോബ്ലംസും നിങ്ങൾ നോക്കാം. സോ ഇതൊക്കെയാണ് ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണല്ലോ? സോ ഇതൊക്കെ നന്നായിട്ട് പഠിക്കാം മക്കളെ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാം ചെയ്ത ഓൾ ദി ബെസ്റ്റ് വിഷസ്. നമുക്കിനി അടുത്ത ഓരോ ചാപ്റ്ററിലൊക്കെ ആയിട്ട് കാണാം. സോ